everybody, welcome back to Evan's Magical World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഇന്ത്യൻ വേർഷൻ എൻ്റെ ടൈപ്പുള്ള ഒരു ടാക്കോസ് ആണ് കേട്ടോ. കുറേ ദിവസമായിട്ട് എൻ്റെ മോൻ ടാക്കോസ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ അതൊരു ചട്ടി എടുത്തു. ഇനി ഇതിലേക്ക് ഓയിൽ ഇടുന്നേക്കാളും മുന്നേ ഞാൻ ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് എടുക്കണേന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കുനുകുനെന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ ബേബി കോൺസ് ഉണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ പെപ്പർ, ദിസ് ഇസ് നോട്ട് പെപ്പർ, ദിസ് ഇസ് ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ട്, ദാറ്റ് ഇസ് ബെൽ പെപ്പർ റെഡ് കളർ, പിന്നെ ഇതാണ് സുക്കിനി, ഇനി ഇത് ക്യാരറ്റും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് കാണാനിരിക്കാമെന്ന് ഞാൻ പറയാം. സുക്കിനി എങ്ങനെയാണ് കാണാനിരിക്കുന്നത്, ഇത് 2 കളറിൽ വരും, ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം യെല്ലോ. ഞാൻ യെല്ലോ ആണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ കുറച്ച് പനീരും ഇടും കേട്ടോ, കോട്ടേജ് ചീസ്. ഓക്കെ, ഇതും ഞാൻ കൂടി ലാസ്റ്റിൽ ചേർക്കും. അപ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ചിട്ടോ ഒന്ന് വെജിറ്റബിൾ വാടി കിട്ടുന്ന വരെ. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ അത് ബാക്കി കേരള ഡിഷിന് നല്ല ടേസ്റ്റ് തരും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്ലേവേഴ്സ് കുറച്ച് ഓവർ പവറിങ് ആണ്. അത് കാരണം ഞാൻ ഇഫ് ഇറ്റ്സ് നോട്ട് എ കേരള ഡിഷ്, ഇങ്ങനത്തെ വല്ല ഡിഷുകൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എണ്ണ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗാർലിക്ക് ഇടാണ്. ഞാനൊരു 5 ക്ലോവ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ ഗാർലിക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഗാർലിക് എൻഹാൻസസ് ദ ഫ്ലേവർ ഓഫ് എനി വെജിറ്റബിൾസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 5 ക്ലോവ്സ് ഗാർലിക്ക് ഒന്നിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ സമയം പിടിക്കുന്ന വെജിറ്റബിൾ ആണ് ഞാൻ മുന്നേ ചേർക്കാൻ പോണത്. അതിനേക്കാളും മുന്നേ എന്നോട് ബേബി കോൺ എങ്ങനെയാണ് ഇരിക്കുക, ഞങ്ങൾക്ക് എങ്ങനത്തെ പാക്കേജിലാണ് ബേബി കോൺ വരുന്നത്. അപ്പോൾ ഒരു 25-30 റുപ്പീസിന് എനിക്കൊരു 6 ചെറിയ ബേബി കോൺസ് കിട്ടും. അപ്പോൾ ഞാനത് വാങ്ങിച്ച് ചെറുതായി കുഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് കുറച്ച് സമയം പിടിക്കും വേവാൻ, കാരണം ഞാൻ ആദ്യം ക്യാരറ്റ് ഇട്ടേക്കുന്നത്. കിച്ചൻ്റെ അവിടുന്ന് തന്നെ ഒരു ബിൽഡിങ്സ് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ നല്ലൊരു ചെറിയ പച്ചപ്പ്, ഒരു ചെറിയ സ്മോൾ ഗാർഡൻ ഉണ്ട്. അതിൽ കോക്കനട്ട് ട്രീ, ബനാന പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കാരണം പുറത്ത് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കേരളത്തിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടാവും. കാരണം ഐ ജസ്റ്റ് ലവ് വാച്ചിങ് കോക്കനട്ട് ട്രീസ്. പിന്നെ ഇവിടെ എപ്പോഴും കോക്കനട്ട് ട്രീ ഉള്ള കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് എ സ്മോൾ ഗാർഡൻ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്മോൾ ഗാർഡൻ. ഞാൻ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് കം ബാക്ക്. ക്യാരറ്റ് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നെക്സ്റ്റ് ഹാർഡ് വെജിറ്റബിൾ ഇടാം, ദാറ്റ് ഈസ് ബേബി കോൺ. ബേബി കോൺ ഇട്ടു, ഒന്ന് വരട്ടിയെടുക്കാം. ഒന്ന് കുറച്ച് വേവണ വരെ ഇതൊന്ന് വെക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എല്ലാ വെജിറ്റബിളും ചേർക്കാണ് കേട്ടോ. ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച സുക്കിനി, റെഡ് ബെൽ പെപ്പർ ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം എല്ലാം കൂടി ഒന്ന് ചേർക്കാം. ഞാൻ ഒന്ന് ഇട്ട് നോക്കട്ടെ. എൻ്റെ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്ന കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്ന് ഇട്ടിട്ട് ഞാൻ തിരിച്ചു വരാം. സോ ഹിയർ വി ഗോ. ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ലോണം നല്ല കളർഫുൾ ആയ വെജിറ്റബിൾസ് സോഫ്റ്റ് ആവണ വരെ ഒന്ന് നമുക്ക് വരട്ടിയെടുക്കാം. ഞാൻ നല്ല റോ വെജിറ്റബിൾസ് ആയാലും ഒന്ന് സോട്ടേ ചെയ്യും, കാരണം എനിക്ക് പേടിയാണ് വയറുവേദന എടുക്കുകയോ ഇല്ലെന്ന്. അത് കാരണം നല്ല വെജിറ്റബിൾസ്, ഏത് പുതിയ വെജിറ്റബിൾസ് ആയാലും ഞാൻ സോട്ടേ ചെയ്തെടുക്കും. ഇത് വാടി വരണ വരെ നമുക്ക് നിൽക്കാം. വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് അങ്ങോട്ട് ഉപ്പിടാം. ടേസ്റ്റ് അനുസരിച്ച്, ഞാൻ അധികം ഇടണില്ല, ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിടാം. ഇനി ബാക്കിയുള്ള വെജിറ്റബിളിലെ വെള്ളം പോലും ഇതിന് പുറത്ത് വന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ വറ്റിയെടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇച്ചിരി ഫ്ലേവറിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ഇടുകയാണ് കേട്ടോ. കുരുമുളക് പൊടി ഇടുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അളക്കാം. വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്.
കുരുമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ക്യൂബ് സൈസിൽ മുറിച്ചിട്ട പനീരും കൂടി വെറുതെ ഇടാണ്. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക, എന്നിട്ട് വെറുതെ ഒന്ന് ഇളക്കിയെടുക്കും. ഇതൊന്ന് ഇളക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഇളക്കി. ഓക്കെ, അപ്പം നമ്മുടെ കളർഫുൾ ഫ്ലേവറായ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഞാൻ അടുത്ത പ്രോസസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് നല്ല കളർഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരാൾക്കുള്ള ടാക്കോസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കാൻ പാടില്ല, ഹോട്ടായിട്ട് സെർവ് ചെയ്യണം. അപ്പം ഇപ്പം ഞാൻ എൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരെണ്ണം ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവാം. അപ്പോൾ ആദ്യം ഒരു കണ്ടെയ്നർ എടുക്കാം, അതിലേക്ക് നിങ്ങൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഒന്ന് ഇടാം. ഇതൊരു കളർഫുൾ ആയിട്ടിരിക്കുന്നു അല്ലേ, ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും. ഇപ്പം ഞാൻ ഒരാൾക്കുള്ളത് ഉണ്ടാക്കണ കാരണമാണ് കുറച്ചിടുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനൊരു ചീസി മെൽറ്റ് ചില്ലി പെപ്രിക്ക ചീസ് സോസാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് ഫ്ലേവേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഷോപ്പിൽ അവൈലബിളാണ്. ഞാൻ എടുക്കുന്നത് ചില്ലി പെപ്രിക്കയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസിൻ്റെ മിൻറ്റ് ഫ്ലേവേഴ്സോ ഏത് ഫ്ലേവർ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മെയോണീസ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മെയോണീസും ഇടാം. ഞാൻ മെയോണീസ് പ്രിഫർ ചെയ്യാറില്ല, എന്നാലും മേടിക്കില്ല എന്നില്ല. ഒരു ഹെൽത്തി വേർഷന് വേണ്ടി ഞാൻ ചീസി മെൽട്ടായ ഒരു ചില്ലി പെപ്രിക്ക സോസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ മുംബൈയിൽ നിന്നുള്ള കാരണം എനിക്ക് ഈസിലി അവൈലബിൾ വിബ ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഈ മോളിൽ പോയിട്ടോ ഏതെങ്കിലും കടയിൽ പോയിട്ടോ ഈസി ഇഷ്ടമായ ചീസി ഫ്ലേവർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓറൽസ് ഈവൻ മെയോണീസും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിന് ഇത് ചേർക്കാം. ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഒഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ഒഴിച്ചൊന്ന് നോക്കട്ടെ ഇത്രയ്ക്ക് മതിയാവും. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നല്ലൊരു ചീസി സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റാണ് ഇത്. നമ്മൾക്ക് ഈ സ്പ്രെഡ് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട, വെറുതെ ആയാലും ചപ്പാത്തിയിലിട്ട് തിന്നാം, അത്രയ്ക്ക് ടേസ്റ്റി ആയ ഒരു സ്പ്രെഡാണ്. ഇനി നമുക്കിതൊന്ന് ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പം ഞാനൊരു ചെറിയ ചപ്പാത്തി എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഹാഫ് പോർഷനിലേക്ക് ഞാനിതൊന്ന് ഇട്ട് പ്രസ് ചെയ്ത് എടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഒരു ചീസ് ഇത് ഞാൻ സ്പ്രെഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാനൊരു ഹാഫ് സ്ലൈസ് ചെയ്ത് വെച്ച ഒരു ചീസ് ഞാൻ ഇതിലേക്ക് ഇടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഓറിഗാനോ ചില്ലി ഫ്ലേക്സോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം മൈ കിഡ്സ് ഡോണ്ട് ലൈക്ക് ദാറ്റ്, ദേ ഡോണ്ട് എൻജോയ് ദ ടേസ്റ്റ്. അപ്പം ഞാൻ ആകെ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം, എന്നിട്ട് ഒന്ന് അമർത്താം. ഡോ നോട്ട് ഓവർഫിൽ ദ കോണ്ടന്റ് ഇൻ ദിസ്, അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇത് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ കാണാം, ഇങ്ങനെ ഒരു തിൻ ലെയറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾക്ക് ഇതൊന്ന് ബട്ടറിട്ട് ചൂടാക്കി എടുക്കണം. അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ മോളും കൂടി ഉണ്ട്, അപ്പോൾ അവളുടെ നമുക്ക് തയ്യാർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ചെറിയ മോളുടെ, അപ്പോൾ അവൾക്കും നമ്മൾക്കും ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം. അതിലേക്ക് ഞാൻ ബാക്കി വന്ന ഹാഫ് സ്ലൈസ് ഇതിലേക്ക് ഇട്ടിട്ട് സെയിം മാനറിൽ ഫോൾഡ് ചെയ്ത് എടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയ ആ തവയിൽ തന്നെ ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ടു. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഒന്ന് സ്പ്രെഡ് ആക്കാം. ഇനി നമുക്കിത് രണ്ടും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മൂത്ത മോൻ്റെ, ഇതിൻ്റെ ഉണ്ണിയുടെ, ചെറുണ്ണി വാവയുടെ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് ടോസ് ചെയ്ത് എടുക്കാം. ഒന്ന് മറിച്ച് നോക്കാം. ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ എടുക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. അത്രയ്ക്ക് ചൂടില്ല, അത് കാരണം കുഴപ്പമില്ല. രണ്ട് സ്ഥലത്തൊന്ന് ബട്ടർ ആക്കി കിട്ടാനാണ്, അധികം ഇടേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് മോർ ദൻ എനഫ്. ഒന്ന് ബട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഇനി രണ്ട് സ്ഥലത്ത് കൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഒരു സൈഡ് ക്രിസ്പി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് ഇത് ചൂടാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വേർഷൻ ടാക്കോസ് റെഡിയായി. രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയി. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, മറക്കാതെ. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. സ്മൈലിയാണ് ട്രൈ ചെയ്തതായില്ല. ഇനി നമുക്ക് ഉണ്ണി കൊടുത്തു നോക്കാം. മൂത്തോനിപ്പോൾ വീട്ടിലില്ല, അപ്പോൾ അവന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയവൾക്ക് കൊടുത്തു നോക്കാം. Would you like to taste? Would you like to taste what Mama has made? Wow! You like it? Eat. Eat. I'll help you. Wait. Little hotter? Taste and see. Yummy? Yummy, Ashtu? Thumbs up? Ah, love you, kuchi kutti. Then nota. Bye bye.